പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരുവനന്തപുരത്തു നിന്നും കാസർഗോഡേക്ക് തിരിച്ചും സർവീസ് നടക്കുന്ന കേരളത്തിലെ വന്ദേ ഭാരതിനെ കുറിച്ച് പരിചയപ്പെട്ടാലോ? കേരളത്തിൽ ആദ്യമായി അനുവദിച്ച വന്ദേ ഭാരതാണ് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് കാസർഗോഡ് വരെയും കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് സർവീസ് നടത്തുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് 20-634 എന്നീ നമ്പറിലാണ് ഈ വണ്ടി സർവീസ് നടത്തുന്നത്. 2023 ഏപ്രിൽ 25-ന് പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ഔദ്യോഗികമായി പച്ചക്കൊടി വീശി ഉദ്ഘാടനം ചെയ്തത്. 2023 ഏപ്രിൽ 26 മുതൽ കാസർഗോഡ് സ്റ്റേഷനിൽ നിന്നും 2023 ഏപ്രിൽ 28 മുതൽ തിരുവനന്തപുരം സ്റ്റേഷനിൽ നിന്നും ഇത് യാത്ര ആരംഭിച്ചു. ഈ വണ്ടി സർവീസുകൾ നടത്തുന്നത് കോട്ടയം വഴിയാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട സ്റ്റോപ്പുകൾ കൊല്ലം ജംഗ്ഷൻ, ചെങ്ങന്നൂർ, കോട്ടയം, എറണാകുളം ടൗൺ, തൃശ്ശൂർ, ഷൊർണൂർ ജംഗ്ഷൻ, കോഴിക്കോട്, കണ്ണൂർ എന്നിവയാണ്. കേരളത്തിൽ ഏറ്റവും വേഗതയേറിയ സർവീസുകളിൽ ഒന്നാണ് ഈ വന്ദേ ഭാരത്. 586 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യാൻ ഏകദേശം 8 മണിക്കൂറും 5 മിനിറ്റും മാത്രമേ ഇതിനാവശ്യമുള്ളൂ. വ്യാഴാഴ്ച ഒഴികെയുള്ള ആഴ്ചയിലെ 6 ദിവസവും സർവീസ് നടത്തുന്ന ഈ വണ്ടി ആധുനിക സൗകര്യങ്ങളും ഭക്ഷണത്തോടു കൂടിയാണ് ഇത് സർവീസ് നടത്തുന്നത്. തുടക്കത്തിൽ 16 കോച്ചുള്ള ഈ വണ്ടി യാത്രക്കാരുടെ തിരക്ക് കാരണം 20 കോച്ചുകളായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. വന്ദേ ഭാരത് മുഖേന കേരളത്തിൽ ഒരുപാട് ആൾക്കാർക്ക് യാത്രാ സൗകര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് കുറഞ്ഞ സമയം കൊണ്ട് കേരളത്തിന്റെ അങ്ങും ഇങ്ങുമായി പല സ്ഥലത്തും എത്തിച്ചേരാൻ സാധിക്കുന്നുണ്ട്. ഇനി തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് വരുമ്പോൾ ഈ വണ്ടിയുടെ നിരക്ക് നമുക്കൊന്ന് നോക്കിയാലോ. എക്സിക്യൂട്ടീവ് ചെയർക്കാറിന് 2825 രൂപയാണ് ഇതിന് ചിലവാകുന്നത്. ഇത് സാധാ ചെയർക്കാർ നോക്കുകയാണെങ്കിൽ 1530 രൂപയാണ് ചിലവാകുന്നത്. ഇതിന്റെ കോച്ചുകളായിട്ട് പറയുകയാണെങ്കിൽ 18 ചെയർക്കാറും 2 എക്സിക്യൂട്ടീവ് ചെയർക്കാറും മാത്രമേ ഈ വണ്ടിക്കുള്ളൂ. ഇത് എല്ലാ വ്യാഴാഴ്ചയും ഒഴികെയുള്ള ബാക്കി മുഴുവൻ ദിവസങ്ങളിൽ ഈ വണ്ടി സർവീസ് നടത്തുന്നുണ്ട്. ഇനി ഈ വണ്ടി നിർത്തുന്ന സ്റ്റേഷനുകൾ നമുക്കൊന്ന് നോക്കിയാലോ. തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന ഈ വണ്ടി 5:15-ന് തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെട്ടാൽ അടുത്ത സ്റ്റോപ്പ് വരുന്നത് കൊല്ലത്ത് 6:03-ലാണ്. അതിനുശേഷം 6:53 ചെങ്ങന്നൂരാണ്. അതിനിടക്കുള്ള കായംകുളത്ത് സ്റ്റോപ്പില്ല. 7:24 കോട്ടയത്തും 8:25 എറണാകുളം നോർത്ത് അഥവാ എറണാകുളം ടൗണിലും 9:30 തൃശ്ശൂരും 10:02 ഷൊർണൂർ ജംഗ്ഷനിലും 11:03 കോഴിക്കോടും അതിൻ്റെ അടുത്തുള്ള തിരൂർ ഈ വണ്ടിക്ക് സ്റ്റോപ്പില്ല. 12:03 കണ്ണൂരും 1:20 കാസർഗോഡ് ഈ വണ്ടി എത്തിച്ചേരുന്നു. അങ്ങനെ ആ ദിവസം തന്നെ ആ വണ്ടി തിരിച്ച് 2:30 1:20 1 മണിക്കൂറിന്റെ ക്ലീനിങ്ങും മറ്റും കഴിഞ്ഞതിന് ശേഷം 2:30 ഈ വണ്ടി കാസർഗോഡ് നിന്ന് പുറപ്പെടുകയാണ്. കണ്ണൂർ 3:28, കോഴിക്കോട് 4:28, ഷൊർണൂർ ജംഗ്ഷനിൽ 5:28 ഇതിനിടയ്ക്കുള്ള തിരൂർ സ്റ്റോപ്പില്ല. 6:10 തൃശ്ശൂരും 7:11 എറണാകുളം നോർത്ത് അഥവാ എറണാകുളം ടൗണിലും 8:10 കോട്ടയത്തും 8:46 ചെങ്ങന്നൂരും 9:34 കൊല്ലത്തും അതിൻ്റെ ഇടയ്ക്കുള്ള കായംകുളത്ത് സ്റ്റോപ്പില്ല. 10:40 ഈ വണ്ടി തിരുവനന്തപുരത്തേക്ക് എത്തുന്നതോടെ ആ വണ്ടി യാത്ര അവസാനിപ്പിക്കുകയാണ്. ഇനി
പെട്ടെന്നുള്ള യാത്രക്ക് ഇത് വളരെയധികം ഉപകാരപ്പെടുകയാണ്. റെയിൽവേയുടെ പുതിയ നിയമപ്രകാരം കാസർഗോഡ് നിന്ന് വണ്ടി വിട്ടാൽ കോഴിക്കോടിൽ നിന്ന് ഷൊർണൂരേക്കോ അല്ലെങ്കിൽ അടുത്ത സ്റ്റേഷനിലേക്കോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്കോ വണ്ടിയിൽ ഒഴിവുണ്ടെങ്കിൽ നമുക്ക് അത് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആദ്യം ട്രെയിൻ തുടക്കം കുറിച്ച സമയത്ത് ഈ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് യാത്രക്കാർക്ക് നല്ല ഉപകാരമാണ് ഉണ്ടായിരുന്നത്. ഇൻഷാ അള്ളാ ഈ വീഡിയോക്ക് ഒരു 50 ലൈക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഈ വണ്ടിയിൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്കോ ഒരു പൂർണ്ണമായ യാത്ര നടത്തുന്നതാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയ വീഡിയോയുമായി വരുന്നവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.